ഇതാണ് നോർത്ത് കൊറിയയുടെ സ്വന്തം ഗോഡ്സില്ല. പണ്ട് ലോകമെമ്പാടും ഗോഡ്സില്ല സിനിമകളും ആക്ഷൻ കൗബോയ് സിനിമകളുമെല്ലാം സൂപ്പർ ഹിറ്റായി ഓടുന്ന സമയം. അപ്പോഴാണ് നോർത്ത് കൊറിയയിലെ അടുത്ത ഭരണാധികാരിയായ കിം ജോങ് ഇല്ലിന്റെ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ള സിനിമകൾ വേണം. പക്ഷെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രോപ്പഗണ്ട സിനിമകൾ മാത്രം നിർമ്മിക്കുന്ന നോർത്ത് കൊറിയൻ ഫിലിം ഇൻഡസ്ട്രിക്ക് ഇതുപോലെയുള്ള സിനിമകൾ ഉണ്ടാക്കാനുള്ള ത്രാണിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് കിം ജോങ് ഇല്ലിന്റെ ആഗ്രഹം സാധിക്കാൻ അവർ ഇതുവരെ ഒരു മനുഷ്യനും ചിന്തിക്കാത്ത ഒരക്രമം ചെയ്യാൻ തീരുമാനിക്കുന്നത്. സിനിമ പിടിക്കാൻ വേണ്ടി തൊട്ടപ്പുറത്തെ സൗത്ത് കൊറിയയിൽ നിന്ന് സിനിമാക്കാരെ തട്ടിക്കൊണ്ടുവരിക. അങ്ങനെ നിർമ്മിച്ച സിനിമകളിൽ ഒന്നാണ് ഗോഡ്സില്ലയുടെ നോർത്ത് കൊറിയൻ വേർഷനായ പുൽഗാസാരി. അക്കാലത്ത് ആരും കേട്ടാൽ ഞെട്ടുന്ന ബഡ്ജറ്റിൽ നിർമ്മിച്ച് ഏതാണ്ട് 13,000-ഓളം പേർ അഭിനയിച്ച് കൊറിയക്ക് പുറത്ത് പോയി ഷൂട്ട് ചെയ്തിട്ടും ആ സിനിമ ഒരിക്കലും നോർത്ത് കൊറിയ റിലീസ് ചെയ്യാൻ തയ്യാറായില്ല. അതിന്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതിലേക്ക് കടക്കും മുൻപ് കുറച്ച് ചരിത്രം കൂടെ പറയാനുണ്ട്. എങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങളുടെ യഥാർത്ഥ ചിത്രം വ്യക്തമായി മനസ്സിലാകൂ. നോർത്ത് കൊറിയ ലോകത്തിലെ മറ്റു രാജ്യങ്ങളുമായി യാതൊരുവിധ ബന്ധമോ അടുപ്പമോ ഇല്ലാതെ അടച്ചുപൂട്ടി കഴിയുന്ന ഭൂമിയിലെ ഏക രാജ്യം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാന്റെ അധീനതയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട കൊറിയ അമേരിക്കയും റഷ്യയും ചേർന്ന് രണ്ടായി പകുത്തു. ഒന്ന് അമേരിക്കൻ സപ്പോർട്ടിലുള്ള ക്യാപിറ്റലിസ്റ്റ് സൗത്ത് കൊറിയയും മറ്റേത് റഷ്യയും ചൈനയും സപ്പോർട്ട് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് നോർത്ത് കൊറിയയുമായി മാറി. നോർത്ത് കൊറിയ രൂപീകരിച്ച ശേഷം അതിന്റെ നേതാവായി മാറിയത് സോവിയറ്റ് യൂണിയനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന കിം ഇൽ സങ് ആണ്. പിന്നീട് ഇങ്ങോട്ടുള്ള കാലമത്രയും നോർത്ത് കൊറിയ എന്ന രാജ്യം ഭരിച്ചതും ഇരു കൊറിയകളും ഒന്നിക്കാനുള്ള സകല ശ്രമങ്ങളെയും തടഞ്ഞതുമെല്ലാം ആ മനുഷ്യനും അദ്ദേഹത്തിന്റെ കുടുംബവുമായിരുന്നു. ചൈനയിലെ മാവോ സേതുങ്ങിനെ പോലെ അല്ലെങ്കിൽ റഷ്യയിലെ സ്റ്റാലിനെ പോലെ സ്വയം ഒരു ചരിത്ര നേതാവായി അവരോധിച്ച് ജനങ്ങൾ സത്യം മനസ്സിലാക്കി പ്രശ്നമുണ്ടാക്കാതിരിക്കാൻ അവർക്ക് മുന്നിൽ പുറം ലോകത്തെ വാതിലുകളെല്ലാം കൊട്ടിയടച്ചും മറ്റു രാജ്യങ്ങളെക്കുറിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുമാണ് അദ്ദേഹം ഭരിച്ചിരുന്നത്. കിം ഇൽ സങ്ങിന്റെ മകനും ഇപ്പോഴത്തെ സുപ്രീം ലീഡർ കിം ജോങ് ഉന്നിന്റെ പിതാവുമായിരുന്നു കിം ജോങ് ഇൽ. നോർത്ത് കൊറിയൻ ചരിത്രത്തിലെ രണ്ടാമത്തെ ഭരണാധികാരി. തന്റെ പിൻഗാമിയായി കിം ഇൽ സങ് മകനെ പ്രഖ്യാപിച്ച് അദ്ദേഹത്തെ രാജ്യത്തിന്റെ ചുമതലകൾ ഓരോന്നായി ഏൽപ്പിച്ചിരുന്ന കാലത്താണ് ഈ സംഭവങ്ങളുടെ തുടക്കം. നോർത്ത് കൊറിയയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം നേതാവായിരുന്നു കിം ജോങ് ഇൽ. അച്ഛനെ പോലെ ഊർജ്ജസ്വലനായ നേതാവ് എന്ന ഇമേജോ തന്ത്രപരമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള മിടുക്കോ അയൽ രാജ്യങ്ങളെ നിലയ്ക്ക് നിർത്താനുള്ള കഴിവോ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. പക്ഷേ ചെറിയൊരു ഇഷ്ടക്കേടുണ്ടായാൽ പോലും കൂടെ നിൽക്കുന്നവരെ വരെ എതിരാളികളെന്ന് മുദ്ര കുത്തി ഉരുക്കുമുഷ്ടികൾ കൊണ്ട് അടിച്ചിരുത്താൻ ഒരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. മാത്രമല്ല രാഷ്ട്രീയത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ സിനിമയും മറ്റു കലകളും കൊണ്ട് കഴിയും മെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. ഇതെല്ലാം നടക്കുമ്പോൾ രാജ്യത്ത് വിദേശ സിനിമകൾ കാണുന്നത് പോയിട്ട് വിദേശ നിർമ്മിതമായ വസ്തുക്കൾ കയ്യിൽ വെക്കുന്നത് പോലും ശിക്ഷാർഹമായിരുന്നു എന്ന കാര്യം കൂടെ ഓർക്കണം. അങ്ങനെ സിനിമയുടെ ശക്തി മനസ്സിലാക്കിയ കിം ജോങ് ഇൽ അതിനെ കല എന്നതിലുപരി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്താനുള്ള ഒരു പ്രോപ്പഗണ്ട ടൂൾ ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. പണ്ട് നാസി ജർമ്മനിയും സോവിയറ്റ് റഷ്യയും ചെയ്തിരുന്ന അതേ പരിപാടി. തുടക്കത്തിൽ രാഷ്ട്രബോധം ഉണർത്തുന്ന തരം സിനിമകളും ജാപ്പനീസ് അധിനിവേശ കാലത്തെ ക്രൂരതകളുമൊക്കെ ആയിരുന്നു പ്രധാന വിഷയങ്ങൾ. കൂടാതെ സ്വന്തം പിതാവും നോർത്ത് കൊറിയയുടെ സ്ഥാപകനുമായ കിം ഇൽ സങ്ങിനെ വിശുദ്ധനായി അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിത കഥകളും. കുറെ കാലത്തോളം ഇത് മാത്രമായിരുന്നു നോർത്ത് കൊറിയൻ സിനിമ. അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഇത് മതിയായിരുന്നു. കാരണം ലോക സിനിമയിൽ വേറെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അവർക്കറിയില്ലല്ലോ. എന്നാൽ ജെയിംസ് ബോണ്ടും ക്ലിന്റ് ഈസ്റ്റ്വുഡ് സിനിമകളുമൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്ന കിം ജോങ് ഇല്ലിന് അത് പോരായിരുന്നു. സ്വന്തം ജനങ്ങൾക്കും പുറത്തുള്ള രാജ്യക്കാർക്കും ഒരുപോലെ കാണാവുന്ന സിനിമകൾ ഉണ്ടാകണമെന്നും അത് അന്താരാഷ്ട്ര വേദികളിൽ പ്രദർശിപ്പിക്കണമെന്നും അദ്ദേഹം വളരെയധികം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അത് ചെയ്യാൻ കഴിവുള്ള ആരും തന്നെ ആ നാട്ടിൽ അന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ആരും കേട്ടാൽ ഞെട്ടുന്ന ഒരു പരിപാടിയിലേക്ക് അദ്ദേഹം കടക്കുന്നത്. ഈ സമയം സൗത്ത് കൊറിയയിൽ ധാരാളം മികച്ച സിനിമകൾ ഇറങ്ങുന്നുണ്ടായിരുന്നു. ലോകമെമ്പാടുമുള്ള ഫിലിം ഫെസ്റ്റിവലുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സൗത്ത് കൊറിയൻ സിനിമകളെ നോക്കി കിം ജോങ് ഇൽ അന്ന് പറഞ്ഞ ഒരു വാചകം ഇതാണ്:
ഇതാണ്: സൗത്ത് കൊറിയൻ സിനിമകൾ കോളേജിലെത്തി നിൽക്കുമ്പോൾ നമ്മുടെ സിനിമകൾ ഇപ്പോഴും നഴ്സറി സ്കൂള് കടന്നിട്ടില്ല. ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. അന്ന് സൗത്തിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളായ ഷിൻ സാങ് ഓക്കിനെ എങ്ങനെയെങ്കിലും നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. കൃത്യം ഈ സമയം സൗത്ത് കൊറിയയിൽ വേറെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. സൗത്ത് കൊറിയയിലെ ഏറ്റവും വലിയ ഫിലിം മേക്കേഴ്സിൽ ഒരാളായിരുന്നു ഷിൻ സാങ് ഓക്ക്. ഏതാണ്ട് 80ഓളം ക്ലാസിക് ചിത്രങ്ങൾ സംവിധാനം ചെയ്ത് 200ഓളം സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ഷിൻ സാങ് ഓക്കിന്റെ കൂടെ പ്രയത്നത്തിലാണ് സൗത്ത് കൊറിയൻ സിനിമ ലോക ശ്രദ്ധയാകർഷിക്കുന്നത്. എന്നാൽ 60കളുടെ അവസാനത്തോടെ രാജ്യത്ത് ഷിൻ സാങ് ഓക്കിന്റെ പ്രതാപകാലം അസ്തമിക്കാൻ തുടങ്ങി. അത് പക്ഷേ അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ടായിരുന്നില്ല. സൗത്ത് കൊറിയയുടെ 3ാമത്തെ പ്രസിഡന്റായിരുന്ന പാക് ചുൻ ഹിയുടെ ഏകാധിപത്യ ഭരണമായിരുന്നു അതിന് കാരണം. തന്നെ ചോദ്യം ചെയ്യുന്നവരെയും തനിക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന് സംശയിക്കുന്നവരെയും അടിച്ചമർത്താൻ യാതൊരു മടിയുമില്ലാത്ത നേതാവായിരുന്നു പാക് ചുൻ ഹി. തനിക്കും സർക്കാരിനുമെതിരെ വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടാകാതിരിക്കാനും ജനങ്ങളിൽ വിപ്ലവ ചിന്തകൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാനും അദ്ദേഹം പത്രമാധ്യമങ്ങൾക്കും സിനിമകൾക്കുമെല്ലാം കടുത്ത രീതിയിൽ സെൻസറിംഗ് ഏർപ്പെടുത്തിയിരുന്നു. ഈ സെൻസറിംഗ് കാരണം സിനിമാ നിർമ്മാണം തന്നെ അക്കാലത്ത് വളരെയധികം ബുദ്ധിമുട്ടിയാണ് നടന്നിരുന്നത്. അതിനൊപ്പം തുടർച്ചയായി ഉണ്ടായ ഫ്ലോപ്പുകളും പ്രൊഡക്ഷൻ കമ്പനിക്ക് സർക്കാർ നൽകിയ ലൈസൻസുകൾ റദ്ദാക്കിയതും ഷിൻ സാങ് ഓക്കിന്റെ കരിയർ തന്നെ ഏതാണ്ട് ഇല്ലാതാക്കി. ഷിൻ സാങ് ഓക്കിന്റെ ഭാര്യയായിരുന്നു സൗത്ത് കൊറിയയിലെ സൂപ്പർ നായികയായിരുന്ന ചോ യുൻ ഹി. ഒരു കാലത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെട്ടിരുന്ന നടിമാരിൽ ഒരാളായിരുന്നു അവർ. ഷിൻ സാങ് ഓക്കിനെ വലയിലാക്കാൻ ചോ യുൻ ഹിയെയാണ് ആദ്യമായി നോർത്ത് കൊറിയ തട്ടിക്കൊണ്ടുപോയത്. 1978 അത്. ഷിൻ സാങ് ഓക്കുമായുള്ള ഡിവോഴ്സിന് ശേഷം സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു അവർ. ഈ സമയമാണ് ഒരു ആരാധിക അവർക്ക് മുന്നിൽ ഒരു ഓഫർ വെക്കുന്നത്. ഹോങ്കോങ്ങിലുള്ള ഒരു വലിയ പണക്കാരിക്ക് ഒരു സിനിമ പിടിക്കാൻ ആഗ്രഹമുണ്ട്. നല്ലൊരു തിരക്കഥയുമായി ചെന്നാൽ അവർ ആ സിനിമ നിർമ്മിക്കുമെന്നു മാത്രമല്ല ചോ യുൻ ഹിക്ക് നല്ലൊരു വേഷവും ലഭിക്കും. അങ്ങനെ പ്രതീക്ഷകളോടെ ചോ യുൻ ഹി ഹോങ്കോങ്ങിലേക്ക് പുറപ്പെട്ടു. അവിടെ വെച്ച് ലീ സാങ് ഹി എന്ന സ്ത്രീയെ അവർ പരിചയപ്പെട്ടു. ലീ സാങ് ഹിയും അവരുടെ കുഞ്ഞു മകളുമാണ് എന്നും ചോ യുൻ ഹിയെ സ്ഥലങ്ങൾ കാണിക്കാൻ കൂടെ പോയത്. യഥാർത്ഥത്തിൽ ആ സ്ത്രീ ഒരു നോർത്ത് കൊറിയൻ ഏജന്റ് ആയിരുന്നു. ആരെയോ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ചോ യുൻ ഹിയെ ഒരു ഹാർബറിൽ എത്തിച്ച അവർ അവിടെ കാത്തുനിന്ന നോർത്ത് കൊറിയൻ ചാരന്മാർക്ക് കൈമാറി. അവിടുന്ന് ഒരു സാധാരണ ബോട്ടിൽ മയക്കി കിടത്തിയാണ് ചോ യുൻ ഹിയെ അവർ നോർത്ത് കൊറിയയിലേക്ക് എത്തിച്ചത്. ചോ യുൻ ഹിയുടെ തിരോധാനം സൗത്ത് കൊറിയയിൽ വലിയ വാർത്തയായി മാറി. വൈകാതെ അവരെ അന്വേഷിച്ച് ഷിൻ സാങ് ഓക്കും ഹോങ്കോങ്ങിലേക്ക് പുറപ്പെട്ടു. വാർത്തകൾ കണ്ട് സങ്കടപ്പെട്ടിരുന്ന മക്കളോട് അമ്മയെ കണ്ടെത്തിയിട്ട് മാത്രമേ തിരിച്ചെത്തൂ എന്ന് വാക്ക് പറഞ്ഞിട്ടായിരുന്നു ആ യാത്ര. അത് തന്നെയായിരുന്നു നോർത്ത് കൊറിയയുടെ തന്ത്രവും. പോലീസിൽ നിന്ന് യാതൊരു സഹായങ്ങളും ലഭിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ ഷിൻ സാങ് ഓക്ക് ദിവസങ്ങളോളം ഹോങ്കോങ് തെരുവുകളിലൂടെ അന്വേഷണങ്ങളുമായി നടന്നു. വൈകാതെ ചോ യുൻ ഹി പോയ വഴിയിലൂടെ തന്നെ ഷിൻ സാങ് ഓക്കും നോർത്ത് കൊറിയൻ ചാരന്മാരൊരുക്കിയ കെണിയിലേക്കെത്തി. ഈ സമയം ചോ യുൻ ഹിക്ക് നോർത്ത് കൊറിയയിൽ VIP ട്രീറ്റ്മെന്റ് ആണ് ലഭിച്ചത്. സത്യത്തിൽ അവിടുന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് തിരിച്ചറിഞ്ഞ അവർ ഭയം കാരണം എല്ലാം സമ്മതിച്ചു കൊടുക്കുകയായിരുന്നു. നോർത്ത് കൊറിയയിൽ വന്നിറങ്ങിയ ചോ യുൻ ഹിയെ അന്ന് കിം ജോങ് ഇൽ തന്നെ നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത്. കിം ജോങ് ഇൽ തന്നെ നേരിട്ട് തന്റെ ആഡംബര വില്ലകളിൽ ഒന്നിലാണ് അവരെ താമസിപ്പിച്ചത്. ഒപ്പം പാർട്ടികൾക്കും പരിപാടികൾക്കുമെല്ലാം കൂടെ കൂട്ടി അവിടത്തെ ജീവിതവും താൻ അനുഭവിച്ചിരുന്ന ലക്ഷറികളും കാണിക്കാനും കിം ജോങ് ഇൽ മറന്നിരുന്നില്ല. പക്ഷേ ഷിൻ സാങ് ഓക്കിന്റെ അവസ്ഥ മറ്റൊന്നായിരുന്നു. തുടക്കത്തിൽ നല്ല സൗകര്യങ്ങൾ തന്നെയാണ് നോർത്ത് കൊറിയ ഷിൻ സാങ് ഓക്കിനും നൽകിയത്. എന്നാൽ 2 തവണ രക്ഷപ്പെടാൻ ശ്രമിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ അവർ 2 വർഷത്തോളം തടവിലിട്ട് പീഡിപ്പിച്ചു. തുടർന്ന് നോർത്ത് കൊറിയക്ക് വേണ്ടി പ്രവർത്തിക്കാം എന്ന വാക്കിന്മേൽ മോചിപ്പിച്ച് നോർത്ത് കൊറിയൻ ആശയങ്ങളും തത്വങ്ങളുമെല്ലാം പഠിപ്പിച്ച് 1983 മാത്രമാണ് ഷിൻ സാങ് ഓക്ക് കിം ജോങ് ഇല്ലിനെ നേരിട്ട് കാണുന്നത്. അന്ന് മാത്രമാണ് ഷിൻ സാങ് ഓക്കും നോർത്ത് കൊറിയയിൽ ഉള്ള കാര്യം ചോ യുൻ ഹി അറിയുന്നത്. തുടർന്ന് അവർക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയ കിം ജോങ് ഇൽ തന്നെ മുൻകൈയെടുത്ത് അവരെ തമ്മിൽ വീണ്ടും വിവാഹം കഴിപ്പിച്ചു. കൂടാതെ അവർക്ക് ഇഷ്ടം പോലെ സിനിമകൾ നിർമ്മിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചും കൊടുത്തു. അവിടുന്നാണ് നോർത്ത് കൊറിയൻ സിനിമയുടെ സുവർണ കാലം തുടങ്ങുന്നത്.
1983 മുതൽ ഏതാണ്ട് 7 സിനിമകളാണ് ഷിൻ സാങ്-ഓക്ക് നോർത്ത് കൊറിയക്ക് വേണ്ടി ഉണ്ടാക്കിയത്. അവയിലെല്ലാം തന്നെ നോർത്ത് കൊറിയൻ ആശയങ്ങളും പാർട്ടി തത്വങ്ങളും കുത്തിക്കയറ്റാനും മറന്നിരുന്നില്ല. ഇതിന്റെ എല്ലാം പ്രൊഡ്യൂസർ കിം ജോങ് ഇൽ തന്നെയായിരുന്നു. പണ്ട് കിം ഇൽ സങ് രചിച്ച ഒരു നാടകത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ആൻ എമിസറി ഓഫ് നോ റിട്ടേൺ ആയിരുന്നു അവരുടെ ആദ്യ ചിത്രം. ആ ചിത്രവും പിന്നീടിറങ്ങിയ ലവ് ലവ് മൈ ലവ്, സോൾട്ട്, റൺഅവേ തുടങ്ങിയ സിനിമകളും അതിവേഗം ജനശ്രദ്ധയാകർഷിക്കാൻ തുടങ്ങി. വൈകാതെ കിം ജോങ് ഇൽ ആഗ്രഹിച്ചതുപോലെ ഈ സിനിമകൾ റഷ്യയിലെയും യൂറോപ്പിലെയും ഫിലിം ഫെസ്റ്റിവലുകളിൽ ഒട്ടനേകം കാണികൾക്ക് മുന്നിലും പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞു. ഇവിടെയാണ് കിം ജോങ് ഇല്ലിന്റെ മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് ലോകം കണ്ടത്. ഈ സ്ഥലങ്ങളിലെല്ലാം സിനിമയ്ക്കൊപ്പം ഷിൻ സാങ്-ഓക്കിനെയും ചോ യുൻ ഹിയെയും കൂടെ അദ്ദേഹം പറഞ്ഞു വിട്ടിരുന്നു. എന്നിട്ട് അവരെ കണ്ട് ഓടി വന്ന മാധ്യമ പ്രവർത്തകരോട് അവർ സ്വന്തം ഇഷ്ടപ്രകാരം നോർത്ത് കൊറിയയിലേക്ക് പോയതാണെന്ന് ലോകത്തിന് മുന്നിൽ അദ്ദേഹം പറയിച്ചു. സൗത്ത് കൊറിയയിൽ നിന്നുള്ള പഴയ സുഹൃത്തുക്കൾ കാണാൻ വന്നപ്പോൾ പോലും അവരെ മൈൻഡ് ചെയ്യാതെയാണ് ഷിൻ സാങ്-ഓക്കും ചോ യുൻ ഹിയും നടന്നു നീങ്ങിയത്. അത്രമാത്രം അവർക്ക് മേൽ കിം ജോങ് ഇല്ലിന്റെ സ്വാധീനമുണ്ടായിരുന്നു. 1984 ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ദ റിട്ടേൺ ഓഫ് ഗോഡ്സില്ല. അത് കണ്ടതോടെയാണ് കിം ജോങ് ഇല്ലിന്റെ മനസ്സിൽ അങ്ങനെയൊരു സിനിമ നമുക്കും ഉണ്ടാക്കണം എന്ന ആഗ്രഹമുണ്ടാകുന്നത്. ആദ്യമായി കൊറിയൻ ഭാഷയിലേക്ക് മൊഴിമാറ്റി ഇറക്കിയ ഗോഡ്സില്ല സിനിമയായിരുന്നു അത്. കിം തന്റെ ആഗ്രഹം ഷിൻ സാങ്-ഓക്കിനെ അറിയിച്ചു. അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ ഷിൻ സാങ്-ഓക്കിന് താല്പര്യമില്ലായിരുന്നെങ്കിലും അദ്ദേഹം അത് പുറത്തു പറഞ്ഞില്ല. പക്ഷേ കിം ജോങ് ഇൽ ഈ സമയം ഒരു പടി കൂടെ കടന്നു ചിന്തിച്ചിരുന്നു. ഷിൻ സാങ്-ഓക്ക് ആ സിനിമ പ്ലാൻ ചെയ്ത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ കിം ജോങ് ഇൽ തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഒറിജിനൽ ഗോഡ്സില്ല നിർമ്മിച്ച ജപ്പാനിലെ ടോഹോ സ്റ്റുഡിയോയുമായി ചർച്ചകൾ നടത്താൻ തുടങ്ങിയിരുന്നു. വൈകാതെ ടോഹോയിൽ നിന്നുള്ള വിദഗ്ധർ നോർത്ത് കൊറിയയിലേക്ക് പറന്നെത്തി. നോർത്ത് കൊറിയയിലെ ഏറ്റവും മികച്ച തിരക്കഥാകൃത്തുക്കളായിരുന്ന കിം സയുൻ, റി ചുൻഗു എന്നിവർ ചേർന്നാണ് അതിന്റെ തിരക്കഥ പൂർത്തിയാക്കുന്നത്. 1962 സൗത്ത് കൊറിയയിൽ ഇറങ്ങിയ ബുൾഗാസാരി എന്ന സിനിമയുടെ കഥയിൽ കുറെ മാറ്റങ്ങൾ വരുത്തിയതായിരുന്നു ആ തിരക്കഥ. കൊറിയൻ നാടോടി കഥകളിലെ ഒരു വലിയ രാക്ഷസനാണ് പുൽഗാസാരി. 14-ാം നൂറ്റാണ്ട് വരെ കൊറിയ ഭരിച്ചിരുന്ന ഗോറിയോ രാജവംശകാലത്താണ് ഇതിന്റെ കഥ നടക്കുന്നത്. ഒരു ഗ്രാമത്തിൽ അതിവിദഗ്ധനായ ഒരു കൊല്ലൻ ജീവിച്ചിരുന്നു. അക്കാലത്ത് രാജാവിന്റെ സൈന്യത്തിന് വേണ്ടി ആയുധങ്ങൾ ഉണ്ടാക്കാൻ ധാരാളം ഇരുമ്പ് വേണ്ടി വന്നിരുന്നു. ആവശ്യത്തിന് ഇരുമ്പ് കിട്ടാതായപ്പോൾ അവിടുത്തെ ഗവർണർ സാധാരണ കർഷകരായ നാട്ടുകാരിൽ നിന്ന് പണിയായുധങ്ങളെല്ലാം പിടിച്ചെടുക്കും. ഈ പണിയായുധങ്ങൾ മുഴുവനും ആയുധങ്ങൾ ഉണ്ടാക്കാൻ ആ കൊല്ലനെയാണ് ഏൽപ്പിക്കുന്നത്. എന്നാൽ നല്ലവനായ കൊല്ലൻ അവയെല്ലാം നാട്ടുകാർക്ക് തിരികെ നൽകും. ഇനിയാണ് കഥ തുടങ്ങുന്നത്. വിവരങ്ങൾ അറിഞ്ഞ ഗവർണർ അദ്ദേഹത്തെ തുറുങ്കിലടയ്ക്കും. കടുത്ത പീഡനം കൊണ്ട് മരണാസന്നനായ കൊല്ലൻ അവസാനമായി ഒരു ചെറിയ രാക്ഷസ രൂപത്തെ ഉണ്ടാക്കി അതിന് ജീവൻ നൽകി സാധാരണക്കാരുടെ രക്ഷകനാക്കി മാറ്റണമെന്ന് ദൈവങ്ങളോട് പ്രാർത്ഥിക്കും. കൊല്ലന്റെ മരണശേഷം ആ രൂപത്തിന് അദ്ദേഹത്തിന്റെ മകളുടെ ചോരയിൽ നിന്ന് ജീവൻ ലഭിക്കും. ഇരുമ്പും സ്റ്റീലും കഴിച്ച് വേഗത്തിൽ വലുതാകുന്ന ആ രാക്ഷസനെ അവൾ പുൽഗാസാരി എന്നാണ് വിളിച്ചത്. ഗ്രാമത്തെ ആക്രമിക്കാൻ വന്ന ഗവർണറുടെ സൈന്യത്തെ പുൽഗാസാരിയുടെ സഹായത്തോടെ അവർ തോൽപ്പിക്കും. സൈന്യം ഉപേക്ഷിച്ചു പോയ ആയുധങ്ങൾ കഴിച്ച് ആകാശത്തോളം വളരുന്ന പുൽഗാസാരി വൈകാതെ രാജാവിന്റെ പിടിയിൽ നിന്ന് എന്നേക്കുമായി അവിടത്തെ ജനങ്ങളെയും മോചിപ്പിക്കും. ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ്. രാജാവും ശത്രുക്കളും എല്ലാം പോയി ജനങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാം തീരുമെങ്കിലും ഒരു കാര്യം മാത്രം തീരില്ല: പുൽഗാസാരിയുടെ വിശപ്പ്. അത് തീർക്കാൻ നാട്ടുകാർ അവിടെ ബാക്കിയുള്ള സകല പണിയായുധങ്ങളും പാത്രങ്ങളും വരെ എടുത്ത് ആ രാക്ഷസന് കൊടുക്കും. പക്ഷേ പുൽഗാസാരിക്ക് അത് മതിയാകില്ല. അവസാനം സ്വന്തം ചോര കൊണ്ട് ജീവൻ നൽകിയ കൊല്ലന്റെ മകൾ തന്നെ പുൽഗാസാരിക്ക് സ്വയം ഭക്ഷണമായി നൽകി അതിനെ എന്നേക്കുമായി ഇല്ലാതാക്കും. ഇതാണ് നോർത്ത് കൊറിയയുടെ സ്വന്തം ഗോഡ്സില്ല. കിം ജോങ് ഇല്ലിനെ നേരിട്ട് വായിച്ച് കേൾപ്പിച്ച ശേഷം മാത്രമാണ് ഈ കഥ അവർ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ഇതിൽ ഒരു വലിയ ട്വിസ്റ്റ് ഷിൻ സാങ്-ഓക്ക് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അത് അറിഞ്ഞതുകൂടെ കൊണ്ടാകാം ഈ സിനിമ എന്നേക്കുമായി ഇല്ലാതാക്കാൻ നോർത്ത് കൊറിയ ശ്രമിച്ചത്. അന്നത്തെ $3 മില്യൺ ചിത്രത്തിന്റെ ബജറ്റ്.
നോർത്ത് കൊറിയ, ചൈന, ജപ്പാൻ അങ്ങനെ 3 രാജ്യങ്ങളിലെ സിനിമാ പ്രവർത്തകർ ചേർന്നാണ് പുൽഗാസാരിക്ക് ജീവൻ നൽകുന്നത്. ഏതാണ്ട് 13,000-ഓളം പേർ അഭിനയിച്ച ഈ സിനിമയിലെ ഭൂരിഭാഗം ആളുകളും നോർത്ത് കൊറിയൻ സൈനികരായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊന്നുമായിരുന്നില്ല. സിനിമ നിർമ്മിക്കാൻ വേണ്ടി സാക്ഷാൽ ഗോഡ്സില്ലയുടെ നിർമ്മാതാക്കളെ തന്നെയാണ് ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞല്ലോ. അന്നത്തെ ടോഹോയുടെ വിഷ്വൽ എഫക്ട്സ് മേധാവിയായ യോഷിയോ സുസുക്കി നേരിട്ടെത്തിയാണ് സിനിമ പൂർത്തിയാക്കിയത്. ഈ ചിത്രത്തിൽ പുൽഗാസാരിയുടെ സൂട്ട് തയ്യാറാക്കിയത് 20 വർഷത്തോളം ഗോഡ്സില്ല അടക്കമുള്ള രാക്ഷസന്മാരെ ഉണ്ടാക്കിയ നോബുയുക്കി യാസുമാറു എന്ന വിദഗ്ധനാണ്. ഇനി പുൽഗാസാരിയുടെ സൂട്ട് ധരിച്ച് ആ രാക്ഷസനായി അഭിനയിച്ചിരിക്കുന്നത് സാക്ഷാൽ ഗോഡ്സില്ലയായി വേഷമിടുന്ന കെംപച്ചിറോ സറ്റ്സുമ തന്നെയാണ്. കിം ജോങ് ഇല്ലിന്റെ പ്രത്യേക ആവശ്യപ്രകാരമാണ് അവർ സറ്റ്സുമയെ തന്നെ ജപ്പാനിൽ നിന്ന് വരുത്തിച്ചത്. പക്ഷേ അതൊരു നോർത്ത് കൊറിയൻ ചിത്രമാണെന്ന് സറ്റ്സുമയോട് ആരും പറഞ്ഞിരുന്നില്ല. പകരം ഒരു ഹോളിവുഡ് സിനിമയാണെന്ന് കള്ളം പറഞ്ഞാണ് അദ്ദേഹത്തെ നോർത്ത് കൊറിയയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ നോർത്ത് കൊറിയൻ സിനിമയിൽ അഭിനയിക്കുന്ന ആദ്യത്തെ വിദേശി എന്ന ക്രെഡിറ്റ് സറ്റ്സുമയ്ക്ക് ലഭിച്ചു. 15 പേരാണ് അന്ന് ജപ്പാനിൽ നിന്ന് നോർത്ത് കൊറിയയിലേക്ക് ഷൂട്ടിങ്ങിനായി എത്തിയത്. ആദ്യം ജപ്പാനിലെ സ്പെഷ്യൽ എഫക്ട്സിന്റെ പണികൾ തീർത്ത ശേഷം നേരെ ബെയ്ജിങ്ങിലേക്കാണ് അവർ പോയത്. അവിടെയാണ് രാജാവിന്റെ കൊട്ടാരം സെറ്റിട്ടിരുന്നത്. ആ ഷൂട്ടും കഴിഞ്ഞ ശേഷം മാത്രമാണ് അവർക്ക് നോർത്ത് കൊറിയയിലേക്ക് പോകാനായത്. നോർത്ത് കൊറിയൻ തലസ്ഥാനമായ പ്യോങ്യാങ്ങിൽ ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവരുടെയും പാസ്പോർട്ടുകൾ അധികൃതർ വാങ്ങി വെച്ചിരുന്നു. ചോയുൻഹിയെ താമസിപ്പിച്ചതുപോലെ തന്നെ അവരെയെല്ലാം കിം ജോങ് ഇല്ലിന്റെ ഒരു ലക്ഷറി വില്ലയിലാണ് എല്ലാ സൗകര്യങ്ങളും നൽകി പാർപ്പിച്ചത്. പക്ഷേ ആർക്കും പുറത്തു പോകാൻ മാത്രം അനുവാദം ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ആ സംഘത്തിൽ ഒരാൾ തന്റെ റൂമിൽ തനിച്ചിരിക്കുന്ന സമയം കുടിക്കാൻ ജാപ്പനീസ് ബിയർ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആത്മകഥം പറഞ്ഞിരുന്നു. പിറ്റേന്ന് അയാൾ ഷൂട്ട് കഴിഞ്ഞു വന്ന് ഫ്രിഡ്ജ് തുറന്നപ്പോൾ കണ്ടത് അതിനകത്ത് നിറയെ ജാപ്പനീസ് ബിയർ വെച്ചിരിക്കുന്നതാണ്. അതായത് അവരുടെ മുറികളിൽ നടക്കുന്നതെല്ലാം രഹസ്യമായി കിമ്മിന്റെ ആളുകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല അവർ ഷൂട്ട് ചെയ്തിരുന്ന സ്റ്റുഡിയോയിലെ ജനാലകൾക്കൊന്നും ചില്ലുകൾ ഉണ്ടായിരുന്നില്ല. പുറത്തിരുന്ന് അവരെ നിരീക്ഷിക്കുന്നവർക്ക് അകത്ത് എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായി കേൾക്കാൻ വേണ്ടിയായിരുന്നു അത്. സിനിമയുടെ ഷൂട്ടിംഗ് സമയം രസകരമായ പല സംഭവങ്ങളും അവിടെ അരങ്ങേറിയിരുന്നു. ഒന്നാമതായി നോർത്ത് കൊറിയയിലെ പ്രധാന പ്രശ്നമായ പവർ കട്ട് അവരെ കുറച്ചൊന്നുമല്ല വലച്ചത്. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം കാരണം 3 ആഴ്ച കൊണ്ട് തീരേണ്ട ജാപ്പനീസ് സംഘത്തിന്റെ ഷൂട്ട് ഏതാണ്ട് 1.5 മാസത്തോളമാണ് നീണ്ടുപോയത്. സിനിമയിൽ നടന്മാർക്ക് പുറമെ കൂടുതലായി മുഖം കാണിച്ചിരിക്കുന്നത് നോർത്ത് കൊറിയൻ സൈനികരാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഏതെങ്കിലും രംഗത്തിൽ അഭിനയിക്കാൻ പ്രായമായവരെയോ കുട്ടികളെയോ സ്ത്രീകളെയോ വേണമെങ്കിൽ സൈനികരോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഉടനെ അവർ വലിയ ട്രക്കുകളുമായി പോയി ആവശ്യത്തിന് ആളുകളെയും പിടിച്ചുകൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുന്നവരിൽ കൃഷിക്കാരും കൂലിപ്പണിക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരും സ്കൂൾ വിദ്യാർത്ഥികളും വരെ ഉണ്ടായിരുന്നു. എന്തിനു പറയുന്നു, സിനിമയിലെ നായിക തന്നെ ഷിൻസാങ്ങോക്ക് ഒരിക്കൽ പ്യോങ്യാങ്ങിൽ വെച്ച് പരിചയപ്പെട്ട ഒരു എയർ ഹോസ്റ്റസ് ആയിരുന്നു. പലപ്പോഴും ഷൂട്ടിംഗ് സമയത്ത് സംവിധായകനായ ഷിൻസാങ്ങോക്ക് അവിടെ ഉണ്ടാകാറില്ല എന്നാണ് പറയപ്പെടുന്നത്. പകരം അസോസിയേറ്റ് ആയ ചോങ് ഗോങ് ജോ എന്നയാളാണ് ആ സിനിമ പൂർത്തിയാക്കിയത്. ഇപ്പോൾ സംവിധായകന്റെ സ്ഥാനത്തും അതേ പേരാണുള്ളത്. പ്രൊഡ്യൂസറായ കിം ജോങ് ഇൽ ഈ സിനിമയുടെ സെറ്റിലേക്ക് ഒട്ടും തന്നെ വന്നിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. കാരണം മുൻപത്തെ സിനിമകളുടെ സെറ്റിലേക്ക് അദ്ദേഹം വരുമ്പോഴെല്ലാം അത് സിനിമ തന്നെ നിന്നു പോകാൻ കാരണമാകുമായിരുന്നു. തുടക്കത്തിൽ ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്കായി നോർത്ത് കൊറിയയിൽ ലഭ്യമായ ഉപകരണങ്ങളെല്ലാം പുരാതനവും ഉപയോഗശൂന്യവുമായിരുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് ഷിൻസാങ്ങോക്കിന് വേണ്ടി ചാരന്മാർ ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നും ക്യാമറയും ഫിലിമും എല്ലാം എത്തിച്ചിരുന്നത്. അങ്ങനെ പുതിയ എന്തെങ്കിലും ഉപകരണം എത്തി എന്നറിഞ്ഞാൽ ഉടനെ സിനിമാ പ്രേമിയായ കിം ജോങ് ഇൽ അത് കാണാൻ വേണ്ടി സെറ്റിലേക്ക് വരും. തുടർന്ന് ഷൂട്ടിംഗ് മുഴുവനും നിർത്തിവെച്ച് ഷിൻസാങ്ങോക്ക് അതിന്റെ പ്രവർത്തനങ്ങളും ഗുണങ്ങളുമെല്ലാം അദ്ദേഹത്തിന് വിവരിച്ചു കൊടുക്കണം. അങ്ങനെ പല ദിവസങ്ങളിലും ഷൂട്ടിംഗ് മുടങ്ങുന്നത് പതിവായിരുന്നു. പക്ഷേ അതായിരുന്നില്ല ഏറ്റവും വലിയ പ്രശ്നം. കിം ജോങ് ഇൽ വരുമ്പോൾ അദ്ദേഹം ക്യാമറയിലോ മറ്റെന്തെങ്കിലും സാധനത്തിലോ തൊടുകയാണെങ്കിൽ ഉടനെ അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ ആ സാധനം എടുത്തു കൊണ്ടുപോകും. എന്നിട്ട് മഹാനായ കിം ജോങ് ഇൽ ഉപയോഗിച്ച വസ്തു എന്ന് പറഞ്ഞ് അത് മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെക്കും. എന്നാൽ പുൽഗാസാരിക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഷൂട്ടിങ്ങിന് വേണ്ടി അന്ന് ലോകത്തുള്ള ഏറ്റവും പുതിയ ടെക്നോളജികൾ വെച്ച് തന്നെ ഒരു വമ്പൻ സ്റ്റുഡിയോ കിം ജോങ് ഇൽ ഇട്ടുകൊടുത്തിരുന്നു. അത്രമാത്രം ആഗ്രഹിച്ചാണ് കിം ജോങ് ഇൽ ഈ സിനിമ നിർമ്മിച്ചത്. പക്ഷേ കിട്ടിയത് മുഴുവനും തിരിച്ചടികളും.
1986 ജനുവരിയിലാണ് സിനിമയുടെ റിലീസ് വെച്ചിരുന്നത്. ആദ്യം ജപ്പാനിലും നോർത്ത് കൊറിയയിലും ഒരുമിച്ച് റിലീസ് ചെയ്യുന്ന ചിത്രം പിന്നെ ടോഹോയുടെ സഹായത്തോടെ ലോകം മുഴുവനും എത്തിക്കാനായിരുന്നു പദ്ധതി. ഗോഡ്സില്ലയെ അവതരിപ്പിച്ച ടോഹോ തന്നെ വിതരണം ഏറ്റെടുത്താൽ എല്ലായിടത്തേക്കും സിനിമ ഈസിയായി എത്തുമെന്നും ആളുകൾ ഉറപ്പായും വന്ന് കാണുമെന്നുമാണ് കിം ജോങ് ഇൽ കരുതിയത്. എന്നാൽ അതൊന്നും നടന്നില്ല. കാരണം അതിലും വലിയൊരു പ്രശ്നം നോർത്ത് കൊറിയക്ക് നേരിടേണ്ടി വന്നു. ഷിൻ സാങ് ഓക്കും ചോ യുൻ ഹിയും നോർത്ത് കൊറിയയുടെ കയ്യിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുൽഗസാരിയുടെ ചിത്രീകരണം പൂർത്തിയാക്കി അത് ചെറിയ തോതിൽ നോർത്ത് കൊറിയയിലും ജപ്പാനിലുമായി റിലീസ് ചെയ്ത ശേഷമായിരുന്നു അത്. അടുത്തതായി മംഗോൾ നേതാവായ സാക്ഷാൽ ജംഗിസ് ഖാന്റെ കഥയാണ് അവർ സിനിമയാക്കാൻ പ്ലാൻ ചെയ്തിരുന്നത്. അതാകട്ടെ നോർത്ത് കൊറിയൻ ഫിലിം ഇൻഡസ്ട്രി നിർമ്മിക്കുന്ന ആദ്യത്തെ ഇന്റർനാഷണൽ സിനിമയും. സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കാൻ യൂറോപ്പിൽ നിന്ന് വരെ ആളെ ലഭിക്കുമെന്നാണ് കിം ജോങ് ഇല്ലിനോട് ഷിൻ സാങ് ഓക്ക് പറഞ്ഞത്. അങ്ങനെ മാർച്ച് മാസത്തിൽ ഫിനാൻസിന്റെ കാര്യങ്ങൾ ഏർപ്പാടാക്കാൻ കിം ജോങ് ഇല്ലിന്റെ നിർദ്ദേശമനുസരിച്ച് അവർ യൂറോപ്പിലെ വിയന്നയിലേക്ക് പുറപ്പെട്ടു. അവിടെ വെച്ചാണ് ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. അവിടെ വെച്ച് ബോഡി ഗാർഡ്സിന്റെ വേഷത്തിൽ കൂടെയുള്ള നോർത്ത് കൊറിയൻ ചാരന്മാരോട് ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് അവരെ പതുക്കെ ഒഴിവാക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണ് വെട്ടിച്ച് താമസിക്കുന്ന ഹോട്ടലിൽ നിന്നിറങ്ങി. എന്നിട്ട് ഒരു ടാക്സിയിൽ കയറി അടുത്തുള്ള അമേരിക്കൻ എംബസി ലക്ഷ്യമാക്കി അവർ നീങ്ങി. പക്ഷേ അപ്പോഴേക്കും ചാരന്മാർ മറ്റൊരു കാറിൽ പിന്തുടരാൻ തുടങ്ങിയിരുന്നു. കഷ്ടകാലത്തിന് ഒരു ട്രാഫിക് ബ്ലോക്കിന്റെ നടുവിലേക്കാണ് രണ്ട് കാറുകളും ചെന്ന് കയറിയത്. ഭാഗ്യത്തിന് അവിടെ തൊട്ടടുത്തായിരുന്നു എംബസി. കാറിൽ നിന്ന് വേഗത്തിൽ ചാടിയിറങ്ങിയ ഇരുവരും എംബസിയിലേക്ക് ഓടിക്കയറിയാണ് അന്ന് രക്ഷപ്പെട്ടത്. അധികം വൈകാതെ അമേരിക്കൻസിന്റെ സഹായത്തോടെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി അവർ ഇത്രയും കാലം നടന്ന സംഭവങ്ങളുടെ സത്യാവസ്ഥയും വെളിപ്പെടുത്തി. വിവരമറിഞ്ഞ നോർത്ത് കൊറിയ വെറുതെ ഇരുന്നില്ല. ഞങ്ങൾ ആരെയും തട്ടിക്കൊണ്ടു പോയിട്ടില്ല എന്നും സിനിമ നിർമ്മിക്കാൻ വേണ്ടി നോർത്ത് കൊറിയ അനുവദിച്ച പണം മോഷ്ടിച്ചിട്ടാണ് അവർ രക്ഷപ്പെട്ടത് എന്നുമാണ് കിം ജോങ് ഇൽ പറഞ്ഞത്. പക്ഷേ തെളിവുകളെല്ലാം തന്നെ അവർ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഷിൻ സാങ് ഓക്കും ചോ യുൻ ഹിയും സ്വന്തം ഇഷ്ടപ്രകാരം നോർത്ത് കൊറിയയിലേക്ക് വന്നതാണെന്ന് ലോക മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരത്തെ പറഞ്ഞതുകൊണ്ട് അവർ രക്ഷപ്പെട്ട് തിരികെ ചെന്നാൽ ഈ കിഡ്നാപ്പിന്റെ കഥ ആരും വിശ്വസിക്കുമെന്ന് ഒരു ഉറപ്പുമില്ലായിരുന്നു. അതുകൊണ്ട് കിഡ്നാപ്പിന്റെ കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ ഉണ്ടാക്കാൻ അവർ പലപ്പോഴായി കിം ജോങ് ഇല്ലുമായുള്ള സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചോ യുൻ ഹിയുടെ കയ്യിലെ ഹാൻഡ് ബാഗിൽ ഒളിപ്പിച്ച ചെറിയ ടേപ്പ് റെക്കോർഡറിലാണ് കിം ജോങ് ഇൽ തന്റെ പദ്ധതികളും അവരെ തട്ടിക്കൊണ്ടുവന്ന കാര്യങ്ങളും ലോക മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്തൊക്കെ പറയണമെന്ന് നിർദ്ദേശങ്ങൾ കൊടുത്തതുമെല്ലാം കൃത്യമായി പതിഞ്ഞത്. ആ ശബ്ദം സൗത്ത് കൊറിയൻ ഏജൻസികളും അമേരിക്കൻ ഏജൻസികളും പരിശോധിച്ച് കിം ജോങ് ഇല്ലിന്റെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു. ഈ റെക്കോർഡിംഗ് ഇല്ലാതെയാണ് തിരിച്ചു വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവർ പറഞ്ഞ കിഡ്നാപ്പിന്റെ കഥകൾ ഭൂരിഭാഗം പേരും വിശ്വസിക്കില്ലായിരുന്നു. മാത്രമല്ല അന്നത്തെ സൗത്ത് കൊറിയയിലെ രാഷ്ട്രീയാന്തരീക്ഷത്തിൽ തിരിച്ചെത്തുമ്പോൾ ഉറപ്പായും ജയിലിലേക്ക് തന്നെ പോയേനെ. ഇനിയാണ് ഇതിലെ ഏറ്റവും വലിയ ട്വിസ്റ്റിലേക്ക് കടക്കുന്നത്. ആദ്യമായി പുൽഗസാരിയുടെ കഥ പറഞ്ഞപ്പോൾ അത് ഫ്യൂഡലിസത്തിനും ക്യാപിറ്റലിസത്തിനുമെതിരെയുള്ള ഒരു വ്യക്തമായ മുന്നറിയിപ്പായിട്ടാണ് പ്ലാൻ ചെയ്തിരുന്നത്. അതായത് ജനങ്ങളെ ദ്രോഹിക്കുന്ന രാജാവിൽ നിന്നും പ്രഭുക്കന്മാരിൽ നിന്നും അവരെ രക്ഷിക്കാൻ എത്തുന്ന ഒരു രക്ഷകൻ. പിന്നീട് ആ രക്ഷകൻ അവർക്കൊരു ഭാരമായി മാറുന്നു. അങ്ങനെ പുൽഗസാരിയെ മുതലാളിത്തമായി അവതരിപ്പിച്ച് അതിന്റെ ദൂഷ്യവശങ്ങൾ തുറന്നു കാണിക്കുന്ന ഒരു പ്രോപ്പഗണ്ട ചിത്രമായിരുന്നു അത്. പക്ഷേ സിനിമ ഇറങ്ങിയപ്പോൾ ആളുകൾ കണ്ടത് മറ്റൊന്നാണ്. ക്രൂരനായ രാജാവിൽ നിന്ന് കൊറിയയിലെ ജനങ്ങളെ രക്ഷിക്കാനായി ദൈവങ്ങൾ പറഞ്ഞുവിട്ട ആ രക്ഷകൻ അത് സാക്ഷാൽ കിം ഇൽ സങ് തന്നെയാണ്. നോർത്ത് കൊറിയ രൂപീകരിച്ച ശേഷം അവിടുത്തെ ഓരോ പൗരനും സ്കൂളിൽ ആദ്യമായി പഠിക്കുന്ന ഒരു പാഠമുണ്ട്. ജനകീയ വിപ്ലവത്തിലൂടെ ഉയർന്നു വന്ന ഒരു രക്ഷകൻ ജാപ്പനീസ് ചക്രവർത്തിയുടെ കയ്യിൽ നിന്ന് കൊറിയ എന്ന രാജ്യത്തെ മോചിപ്പിച്ച ചരിത്രം. പിന്നീട് ഇതേ കിം ഇൽ സങ് തന്നെ താൻ രക്ഷിച്ച ജനങ്ങളെ അടക്കി ഭരിച്ച ഒരു ഏകാധിപതിയായി മാറി. ഈ കഥയാണ് പുൽഗസാരി എന്ന സിനിമയിൽ പലരും കണ്ടത്. ഇങ്ങനെ പോയാൽ ഒടുക്കം സഹിക്കെട്ട ജനങ്ങൾ വീണ്ടും ഒരു ജനകീയ വിപ്ലവം നടത്തി ഏകാധിപതികളെ ഇല്ലാതാക്കുമെന്നാണ് അതിന്റെ ക്ലൈമാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും. പക്ഷേ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു അർത്ഥമുള്ളതായി മരണം വരെ ഷിൻ സാങ് ഓക്ക് സമ്മതിച്ചിട്ടില്ല. തിരക്കഥയിലുള്ളത് താൻ ഷൂട്ട് ചെയ്തു എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നോർത്ത് കൊറിയ സിനിമ നിരോധിച്ചു എന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് അവിടെ പറയുന്നത് പോലും നിയമപരമായി ഒരു വലിയ കുറ്റമാണ്. പക്ഷേ ഒരു കാര്യത്തിൽ, ഒരൊറ്റ കാര്യത്തിൽ നോർത്ത് കൊറിയക്ക് ഈ സിനിമയുടെ പേരിൽ എന്നും അഭിമാനിക്കാം. അമേരിക്കൻ ഗോഡ്സില്ലയെ ജപ്പാനിൽ വെച്ച് മലർത്തി അടിക്കാൻ ഈ നോർത്ത് കൊറിയൻ ഗോഡ്സില്ലയ്ക്ക് സാധിച്ചു എന്ന കാര്യത്തിൽ.
ജപ്പാനിൽ ഈ സിനിമ വളരെ കുറച്ച് കേന്ദ്രങ്ങളിൽ മാത്രമാണ് റിലീസ് ചെയ്തത്. എന്നാൽ അവിടങ്ങളിലെല്ലാം തന്നെ നിറഞ്ഞ സദസ്സുകൾക്ക് മുന്നിലാണ് പ്രദർശിപ്പിച്ചിരുന്നത്. നോർത്ത് കൊറിയ ഈ സിനിമ നിരോധിച്ച ശേഷം പോലും ജപ്പാനിൽ പ്രദർശനങ്ങൾ തുടർന്നിരുന്നു. അതിന് റെക്കോർഡ് കളക്ഷനും ഉണ്ടായിരുന്നു. പിന്നീട് 96-ൽ അമേരിക്കൻ ഗോഡ്സില്ല റിലീസ് ആയപ്പോൾ പോലും പുൽഗാസാരിയുടെ ഈ റെക്കോർഡ് അന്ന് തകർക്കാൻ കഴിഞ്ഞിരുന്നില്ല. കുറെ കാലത്തോളം ജപ്പാനിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ജാപ്പനീസ് അല്ലാത്ത ഗോഡ്സില്ല പുൽഗാസാരി മാത്രമായിരുന്നു. ലോകത്തിന് മുന്നിൽ ഈ സിനിമ ഗോഡ്സില്ലയുടെ ഈച്ച കോപ്പിയും പ്രോപ്പഗണ്ട സിനിമയും ഒക്കെ ആയിരിക്കും. എന്നാൽ ജപ്പാനിലെ വിജയം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരർത്ഥത്തിൽ കിം ജോങ് ഇൽ പണ്ട് കണ്ട സ്വപ്നം ഏതാണ്ട് യാഥാർത്ഥ്യമായി എന്ന് തന്നെ പറയാം.